നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം പ്രശാന്ത്. നമസ്കാരം. തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് വലിയൊരു മാറ്റം വന്നത്. പെരിന്തകമായിരുന്നു PCC അധ്യക്ഷൻ, ഇപ്പം മണിക്കൻ ടാഗോറായി. ഈ മണിക്കൻ ടാഗോർ വന്നതിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി വിജയ് ഒരു താങ്ക്സ് ഗിവിങ് യോഗം വിളിച്ചിരിക്കുകയാണ്. അതൊന്ന് യോഗം ചെന്നൈയിലാണ്. ആ യോഗത്തിൽ DMK ഒഴിച്ച് തമിഴ്നാട്ടിലെ ബാക്കി എല്ലാ കക്ഷികളുമുണ്ട്. TVC ഉണ്ട്, തമിഴ് മാനില കോൺഗ്രസ്, പഴയ മൂപ്പനാരുടെ GK വസവൻ്റെ, പിന്നെ അതുപോലെ തന്നെ ADMK, BJP, CPM, ലീഗ്. ഈ CPM ലീഗും സ്റ്റാലിനെ തള്ളി പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. സ്റ്റാലിനെ പൊള്ളിച്ചടിക്ക് കൈ കൊടുത്തു. സ്റ്റാലിൻ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടാണ് അവരൊക്കെ DMK വിട്ട് വിജയുടെ ഒപ്പം ചേർന്നത്. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, സ്റ്റാലിനൊന്നും ഞങ്ങളടുത്ത് പറഞ്ഞിട്ടില്ല. CPM ലീഗുമ്പോൾ ഞങ്ങൾ ഇഷ്ടത്തിനാണ്. അവിടെ CPM ലീഗ് ഒന്നാണ്. നമ്മുടെ പാറശാല കഴിഞ്ഞാൽ പാലക്കാട് കഴിഞ്ഞാൽ അവർ മച്ചാന്മാരാണ്. അവർ രണ്ടുപേരും ഒരുമിച്ചാണ് സ്റ്റാലിനെ തെരുവ്. അതെ, അതെ. അപ്പം അങ്ങനെ വളരെ വിജയ്. BJP പങ്കെടുക്കുന്നുണ്ടോ? BJP ഇല്ല. NDAയിൽ നിന്നുള്ള ഘടകകക്ഷികളൊക്കെ ഒന്ന് രണ്ട് ഘടകകക്ഷികൾ NDA വിട്ടു വന്ന ഒന്ന് രണ്ട് ചെറിയ തുക്കട ഘടകകക്ഷികൾ ADMK പങ്കെടുക്കുന്നുണ്ട്. പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ വിജയുടെ ഒരു താങ്ക്സ് ഗിവിങ് തന്ത്രമാണ്. എല്ലാവരെയും കൂടെ ഒരു സഖ്യകക്ഷി, തമിഴ്നാട്ടിൽ ഒറ്റക്കച്ചി ഭരണം വിജയുടെ ലക്ഷ്യം അതാണ്, ഒരു മുന്നണി. അപ്പോൾ മറ്റു സംഭവവാസങ്ങൾ ഇപ്പോൾ അതിനൊപ്പം ചില കുതിര കച്ചവടങ്ങളല്ലേ. വീണ്ടും എത്ര കിട്ടിയാലും മതിയാവാത്തവരാണ് വിജയുടെ TVക്ക്. എത്ര MLA കിട്ടിയാലും, ഇനി കേരളത്തിൽ നിന്ന് 5 പേര് MLA കിട്ടിയാലും ഞങ്ങൾ എടുത്തോളാം എന്ന നിലയിലാണ് വിജയ്. ഇപ്പോൾ ഏറ്റവും പുതിയ സംഭവവാസങ്ങൾ എന്തൊക്കെയാണ്? അതായത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയം ആകെ ചൂട് പിടിച്ച് ഇങ്ങനെ എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം എന്നുള്ള ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ്. അതായത് പ്രധാനമായിട്ടും DMK, TVK ഇങ്ങനെ രണ്ട് ധ്രുവങ്ങളിലായിട്ട് തമിഴക രാഷ്ട്രീയം കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു. ഒരു വശത്ത് ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധിയായിട്ട് DMKയും, ഒരു വശത്ത് ഒരു പൊതുരാഷ്ട്രീയം, ഒരു ഇന്നത്തെ ന്യൂജൻ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു രീതിയിൽ വിജയിൻ്റെ TVK. പക്ഷേ ഇവിടെ രണ്ട് കൂട്ടരും കുതിരക്കച്ചവടം ആരോപിക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ യോഗമൊക്കെ വിളിച്ചിട്ടുണ്ട് വിജയ്. പക്ഷേ ഈ കുതിരക്കച്ചവട ആരോപണത്തിൽ മാത്രം നിന്നിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതൊരു രാഷ്ട്രീയ അഭ്യാസം മാത്രമാണ്. പക്ഷെ അങ്ങനെയല്ല. DMKയുമായി വളരെ പ്രധാനപ്പെട്ട ബന്ധമുള്ള DMKയുടെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ്, തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ തിരുനാവുക്കരശിനെ ഗ്രേറ്റർ ചെന്നൈ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഒപ്പം മുൻ മന്ത്രി സെന്തിൽ ബാലാജിയും അദ്ദേഹത്തിൻ്റെ അനിയൻ അശോക് കുമാറും ആരോപണ വിധേയരാണ്. DMKയുടെ നേതാക്കളാണ്. അവരുമായി അടുത്ത് ബന്ധമുള്ള 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. സെന്തിൽ ബാലാജി ജയിലിലായിരുന്നു, റിമാൻഡിലായിരുന്നു. അത് പുറത്തിറങ്ങിയല്ലോ, ജാമ്യത്തിൽ ഇറങ്ങിയത്. അപ്പോൾ ഈ 3 പേര്, അതായത് തിരുനാവുക്കരശ് പ്ലസ് ഈ 2 പേര്, ഈ സെന്തിൽ ബാലാജിയും അശോക് കുമാറുമായിട്ട് അടുത്ത് ബന്ധം പുലർത്തുന്ന 2 പേര്, ഇങ്ങനെ 3 പേരെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് അങ്ങ് റിമാൻഡ് ചെയ്യുകയായിരുന്നു. ജയലളിതയുടെ കാലത്ത് ഇങ്ങനെയായിരുന്നു. ഭരണത്തിലേറുമ്പോൾ അപ്പോൾ DMKയിലെ മെയിൻ 5-6 പേരെ പിടിച്ചങ്ങ്, അല്ലെങ്കിൽ സൺ TVയുടെ പ്രധാനപ്പെട്ട CEO-മാരെ പിടിച്ചങ്ങ്. പിന്നെ സിനിമാ മേഖലയിലെ ഒരടിയെങ്കിലും കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ബാറിലെങ്കിലും വെച്ചിട്ട് അടി ഉണ്ടാക്കിച്ചിട്ട് നേരെ ജയലളിതയുടെ പോലീസിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലിടും. അല്ല, ഇതിപ്പോൾ നമ്മളിത് ഈ അറസ്റ്റിന് കാരണമായിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം വൈക്കോ അവിടെ പ്രസംഗിച്ച അവസരത്തിൽ പറഞ്ഞു, വൈക്കോയുടെ പാർട്ടി MDMK, അതിൽ 2 MLA-മാരുണ്ട് അവർക്ക്. പക്ഷെ ആ 2 പേരും മത്സരിച്ചിരിക്കുന്നത് ഉദയസൂര്യൻ ചിഹ്നത്തിലാണ്, DMKയുടെ ചിഹ്നത്തിലാണ്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, അവർ പാർട്ടി MDMKയിലൊക്കെ നിന്നോട്ടെ, പക്ഷെ വൈക്കോ ഈ എപ്പോൾ വേണമെങ്കിലും കാലുമാറാം. ഈ കാലുമാറ്റം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് DMK വളരെ നേരത്തെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത്. ഇത് അല്ല, അവര് മാറിയിട്ടില്ല. അവര് കാരണം കാലുമാറിയ കൂറുമാറ്റ നിരോധന നിയമം വൈക്കോ പോയി. യോഗത്തിലുണ്ട്. പക്ഷെ ഈ 2 MLA-മാർക്കും അങ്ങനെ പോകാൻ പറ്റില്ല. കൂറുമാറ്റ നിരോധനം വരും, നിരോധന നിയമം വരും. അതെ, 5 വർഷം സ്റ്റാലിൻ്റെ കൂടെ നിന്നേ പറ്റൂ, അല്ലെങ്കിൽ രാജിവെക്കണം. അപ്പോൾ ഈ യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ വൈക്കോ പറഞ്ഞത്, മുഖ്യമന്ത്രി വിജയ് എന്നോട് പറഞ്ഞു ആ 2 MLA-മാരെ കൊണ്ട് രാജിവെപ്പിക്ക്, നമുക്ക് അവരെ വീണ്ടും നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിക്കാം, ഞാൻ പിന്തുണയ്ക്കാം എന്നൊക്കെ വിജയ് പറഞ്ഞതായിട്ട് ഇയാൾ പറയുന്നുണ്ട്, വൈക്കോ. അപ്പോൾ ഈ വൈക്കോയുടെ ഈ പ്രസംഗം അവിടെ വൈറലായിരുന്നു. അത് എല്ലാ ചാനലുകളും സംപ്രേഷണം ചെയ്തു. ഈ ഒരു സാധനം എടുത്തു വെച്ചുകൊണ്ട് DMK സ്റ്റാലിൻ
നേരെ ഗവർണർക്ക് ഒരു കത്ത് കൊടുത്തു. തമിഴ്നാട്ടിൽ കുതിരക്കച്ചവടം നടക്കുകയാണ്, ഇത് DMK അട്ടിമറിക്കാനാണ്, ഇത് നടപടിയെടുക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു കത്ത് കൊടുത്തു. അതൊരു വശത്ത്. ഇപ്പുറത്ത് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിജയിൻ്റെ TVKയുടെ നേതാക്കൾ, പ്രത്യേകിച്ചും മന്ത്രി നിർമ്മൽ കുമാറൊക്കെ പറയുന്നത് 15 MLA-മാരെ രാജിവെപ്പിക്കാനും അട്ടിമറിക്കാനുമാണ് ശ്രമിച്ചത്. അതായത് അവിടെ സ്പീക്കർക്കെതിരെ ഒരു അവിശ്വാസം കൊണ്ടുവരും തമിഴ്നാട്ടിൽ. അപ്പോൾ സ്പീക്കർക്കെതിരെ അവിശ്വാസം കൊണ്ടുവരുമ്പോൾ ആ അവിശ്വാസം അവിശ്വാസത്തെ വിജയിപ്പിക്കാൻ TVKയെ പരാജയപ്പെടുത്താൻ TVKയിലെ 15 MLA-മാരെ വിളിച്ചിട്ട് 35 കോടി മുതൽ 50 കോടി രൂപ വരെ ഓരോരുത്തർക്കും ഓഫർ ചെയ്തു. തിരുനാവുക്കരശ് ഓഫർ ചെയ്തു, ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് നിർമ്മൽ കുമാർ പറയുന്നത്. പക്ഷേ ഇതിൽ TVKയിലെ ഒരു MLA, കൃഷ്ണഗിരിയിലെ MLA ഇളയരാജ പരാതി കൊടുത്തു. എന്നെ ഇങ്ങനെ തിരുനാവുക്കരശ് വിളിച്ചിരുന്നു, ഇങ്ങനെ ആവശ്യപ്പെട്ടു, 35 കോടി രൂപ ഓഫർ ചെയ്തു, സ്പീക്കറിനെതിരെ അവിശ്വാസം വരും, അപ്പോൾ വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാണ് ഇത് ചെയ്തത്. അപ്പോൾ ഉടനെ തന്നെ ഗ്രേറ്റർ ചെന്നൈ പോലീസ് അപ്പം തന്നെ ആക്ട് ചെയ്തു, വളരെ പെട്ടെന്ന് തെളിവുകളൊക്കെ ശേഖരിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും 3 പേരെ അറസ്റ്റ് ചെയ്തു. ഈ തിരുനാവുക്കരശിനെ അറസ്റ്റ് ചെയ്തു, കൂടെ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ പേരുകൾ അത്ര വ്യക്തമല്ല, പല പേരുകൾ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആ പേരുകൾ പറയാതിരുന്നത്. 3 പേരെ അറസ്റ്റ് ചെയ്തു. സെന്തിൽ ബാലാജിയെയും സഹോദരൻ അശോക് കുമാറിനെയും താമസിയാതെ അറസ്റ്റ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. എവിടെ? വിജയ് മത്സരിച്ച മണ്ഡലത്തിൽ തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലും, പിന്നെ അതുപോലെ തന്നെ ഇവിടെയും, എവിടെ നമ്മുടെ 6 അണ്ണാ DMK MLA-മാർ രാജിവെച്ചു. അവിടെയും ഇത് വരാൻ പോവുകയാണ് ഉപതെരഞ്ഞെടുപ്പ്. അപ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പിൽ എങ്ങനെയും TVKയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് DMK എല്ലാ കളിയും കളിക്കും. അപ്പോൾ അതിന് ഏറ്റവും വലിയ സ്ട്രാറ്റജിസ്റ്റ് ഈ തിരുനാവുക്കരശും അതുപോലെ സെന്തിൽ ബാലാജിയും അനുജൻ അശോക് കുമാറുമാണ്. ഇവർ പുറത്തു നിന്നാൽ അത് TVKയ്ക്ക് വലിയ ദോഷം ചെയ്യും എന്ന് പൊതുവേ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവരെ എങ്ങനെയെങ്കിലും ഒതുക്കണം, അതൊരു വഴിക്ക്. അപ്പോൾ അതിനൊരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു TVK. അപ്പോൾ അധികാരം അവരുടെ കയ്യിലാണല്ലോ. അപ്പോൾ ഇങ്ങനൊരു പരാതി കിട്ടി, വളരെ പെട്ടെന്ന് ആക്ഷൻ എടുത്തു. ഇതിപ്പോൾ ഫോണൊക്കെ ട്രേസ് ചെയ്യാമല്ലോ, ഇപ്പോൾ ഏത് നമ്പറിൽ നിന്ന് ആരെ വിളിച്ചു, എന്ത് വിളിച്ചു എന്നൊക്കെ ഉള്ളത് വളരെ കൃത്യമായിട്ട് പിടിക്കുക. അപ്പോൾ കൃഷ്ണഗിരി MLA ആണ് ഈ ഇളയരാജ, അയാളാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരാതി കിട്ടിയ ഉടനെ പോലീസ് ആക്ട് ചെയ്തു, 3 എണ്ണത്തിനെ തൂക്കി അകത്തിട്ടു. തിരുനാവുക്കരശ് അകത്തായാൽ അത് DMKയ്ക്ക് വലിയ അടിയാണ്. കാരണം അയാൾ സ്ട്രാറ്റജിസ്റ്റാണ്, തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണ്. എങ്ങനെയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന അയാളാണ്. അപ്പോൾ അതൊരു വലിയ വെല്ലുവിളിയാണ്. ഒപ്പം തന്നെ സെന്തിൽ ബാലാജി കണ്ടമാനം പണം കയ്യിലുള്ള ഒരാളാണ്. അയാൾക്ക് എന്ത് വേണമെങ്കിലും തിരഞ്ഞെടുപ്പിൽ കാണിക്കുന്ന ഒരാളും കൂടിയാണ് എന്ന് ഇവരൊക്കെ ആരോപിക്കുന്നുണ്ട്. അയാളെയും സഹോദരനെയും പോലീസ് ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. ചിലപ്പോൾ അറസ്റ്റ് നടക്കും. അപ്പോൾ ഇങ്ങനെ 2 കൂട്ടരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും നിൽക്കുകയാണ്. ഇത് എങ്ങനെ ഉപതെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, തമിഴകം ഒരു വളരെ അശുദ്ധമായ ഈ പണക്കൊഴുപ്പിൻ്റെ, ഈ പറയുന്നത് പോലെ പണം കൊടുത്ത് MLA-മാരെ വിലയ്ക്ക് വാങ്ങുന്ന, പണം കൊടുത്ത് വോട്ട് വാങ്ങുന്ന തരത്തിലേക്ക് തമിഴ് രാഷ്ട്രീയം തരം താഴ്ന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. അവിടെ ഒരു സംശുദ്ധമായ ഒരു രാഷ്ട്രീയം ഇപ്പോൾ അവിടെ മുന്നോട്ട് വെക്കുന്നത് ഒരേ ഒരാളാണ്. ആ ആൾ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിട്ടില്ലെങ്കിലും താമസിയാതെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും. മറ്റാരുമല്ല, അത് K. അണ്ണാമലയാണ്. അണ്ണാമല മാത്രമാണ് അവിടെ പണം കൊടുത്ത് വോട്ട് വാങ്ങുക, പണം കൊടുത്ത് MLA-മാരെ അട്ടിമറിക്കുക, വിലക്കെടുക്കുക, ഇതൊന്നും ചെയ്യാത്ത ഒരാൾ. അപ്പോൾ അണ്ണാമല ഒഴിച്ച് ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, BJP അവിടെ ചിത്രത്തിലില്ല, BJPക്ക് ആകെ ഒരു MLA ഉള്ളൂ, അതുകൊണ്ട് BJPയുടെ കാര്യം അവിടെ ആരും പറയുന്നില്ല. പിന്നെ ഉള്ളത് AIDMK ആണ്. AIDMK ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കില്ല എന്ന അവസ്ഥയിലാണ്. എടപ്പാടി പളനിസ്വാമി ഇപ്പോൾ എരപ്പാളി പളനിസ്വാമിയായി മാറിയിരിക്കുകയാണ്. മറ്റേ പനീർ സെൽവം ഉള്ളതടി രക്ഷിക്കാൻ വേണ്ടി നേരെ DMKയുടെ കൂടെ പോയി, അതുകൊണ്ട് അയാൾ അവിടെ നിൽക്കുന്നു. ബാക്കി വിജയിൻ്റെ കസ്റ്റഡിയിലാണ് ബാക്കിയുള്ളത്. ഇനിയിപ്പോൾ AIDMKയ്ക്ക് ഒന്നുകിൽ DMKയിൽ ലയിക്കുക, അല്ലെങ്കിൽ വിജയിനൊപ്പം പോവുക. രണ്ടാണെങ്കിലും ദ്രാവിഡ രാഷ്ട്രീയത്തിലെ ഒരു വിഭാഗം തീർന്നു. ഇത് ദ്രാവിഡ കഴകം എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്നുണ്ടായ ദ്രാവിഡ മുന്നേറ്റ കഴകവും ഓൾ ഇന്ത്യ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന് പറഞ്ഞ AIDMK എന്ന് പറയുന്ന പാർട്ടിയിലും ഉള്ളത് അത് ഏതാണ്ട് നിലം പരിശായിട്ട് ഒരു
ഇതിലേക്ക് പോർഷനിലേക്ക് ഒരു ധ്രുവത്തിലേക്ക് അവർ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ADMKക്ക് ഒന്നുകിൽ DMKയുടെ കൂടെ ചേരുക, അല്ലെങ്കിൽ ദ്രാവിഡ രാഷ്ട്രീയത്തെ ഉപേക്ഷിച്ച് വിജയിൻ്റെ കൂടെ ന്യൂജൻ പിള്ളേരുടെ ഒപ്പം പോവുക എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം. ഇവിടെ എത്തി നിൽക്കുകയാണ്. എന്തായാലും കുതിരക്കച്ചവടം അവിടെ നടക്കും. മുമ്പും നമുക്കറിയാം DMKയും ADMKയും തമ്മിലൊക്കെ വലിയ വിഷയങ്ങൾ പലതും നടന്നിട്ടുണ്ട്. അപ്പോൾ കുതിരക്കച്ചവടം അവിടെ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ എന്തായാലും ഗ്രേറ്റർ ചെന്നൈ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നിസ്സാരമല്ല. ഇനിയിപ്പോൾ അത് കോടതിയിൽ എന്തായാലും എത്തുമല്ലോ. കോടതിയിൽ കല്ലും നെല്ലും തിരിയും. പോലീസ് കള്ളക്കേസാണോ ചുമത്തിയിരിക്കുന്നത്, അതോ ഇതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ, തെളിവുകളൊക്കെ വരുമല്ലോ. പക്ഷെ വൈക്കോയുടെ പ്രസംഗം വളരെ കൃത്യമായിട്ട് തെളിവുള്ള കാര്യമാണ്. വൈക്കോ പറഞ്ഞു എന്നുള്ളത് വാസ്തവമാണ്. ഈ വൈക്കോയും വിജയും തമ്മിൽ കൂടിക്കാഴ്ച നടന്നിരുന്നു എന്നുള്ളതും സത്യമാണ്. പക്ഷെ അവിടെ വിജയ് ഇതൊക്കെ പറഞ്ഞോ എന്നുള്ളതാണ്. അതോ വൈക്കോ ഇത് കയ്യിൽ നിന്നിട്ട് പറഞ്ഞതാണോ, DMKയെ തൻ്റെ വരുതിക്ക് നിർത്താൻ വേണ്ടിയിട്ട് കയ്യിൽ നിന്നിട്ട് പറഞ്ഞതാണോ എന്നുമുള്ള സംശയമുണ്ട്. പക്ഷേ വൈക്കോ ഇപ്പം എനിക്ക് തോന്നുന്നു വിജയിനൊപ്പമാണ്. MLA മാർ രണ്ടുപേരും DMKയ്ക്ക് ഒപ്പം നിൽക്കേണ്ട ഗതികേടിലാണ്. അപ്പോൾ ആ 2 MLA മാരെയും രാജിവെപ്പിച്ചാൽ, എന്നാൽ ഇപ്പോൾ അവർക്ക് DMKയുടെ ഒപ്പം നിന്നാലും കുഴപ്പമില്ല, അവർ നാളെ അങ്ങ് രാജി കൊടുത്തിട്ട് വീണ്ടും അവിടെ ഈ വൈക്കോയുടെ പാർട്ടി MDMKയുടെ പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കുകയാണെന്നിരിക്കട്ടെ, വിജയ് പിന്തുണച്ചാൽ ഒരു പക്ഷേ അവർ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ നാടകങ്ങളും തിരിമറികളും അന്തർനാടകങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിൽ. ഇപ്പോൾ നിലവിൽ വിജയിനെ സംബന്ധിച്ചിടത്തോളം വലിയ പരിക്കില്ല. അത്യാവശ്യം ഈ പറഞ്ഞ പോലെ കോൺഗ്രസും CPIM-ഉം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും പിന്തുണയ്ക്കുന്നത് കൊണ്ട് ഭൂരിപക്ഷം തെളിയിക്കാം. വേറെ കുഴപ്പമൊന്നുമില്ല, മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷെ അതിൻ്റെ ഇടയിൽ ഈ വിഴുപ്പലക്കലുകൾ തമിഴ് രാഷ്ട്രീയത്തിന് അത്ര നല്ലതല്ല. അത് വിജയിനാണെങ്കിലും DMKയ്ക്കാണെങ്കിലും ഇത് പഴയ കാലമൊന്നുമല്ല. പുതിയ തലമുറ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ചെയ്യുന്നവരാണ്. അവരുടെ മുന്നിൽ നിങ്ങൾ നാണം കെടുകയാണ്. അത് വളരെ കൃത്യമായിട്ട് ഈ വിഴുപ്പലക്കൽ വളരെ കൃത്യമായിട്ട് പുറത്തു കൊണ്ടുവന്നുകൊണ്ട് അണ്ണാമലൈ രംഗത്ത് വന്നാൽ അത് തീർച്ചയായിട്ടും അണ്ണാമലൈക്ക് വലിയ മുന്നേറ്റം. പക്ഷേ അണ്ണാമലയുടെ നിശബ്ദത എന്തിനാണെന്ന് ഇപ്പോഴും അല്ല, അണ്ണാമലൈ അവസരം കാത്തിരിക്കുകയാണ്. അത് നിശബ്ദത എന്ന് നമ്മൾ വിചാരിക്കേണ്ട. അണ്ണാമലൈ സ്ലോ ആൻഡ് സ്റ്റഡി രാഷ്ട്രീയമല്ലേ. ഒരാൾ അപ്രസക്തനായി പോയി അണ്ണാമലയ്ക്ക് ഏറ്റവും വലിയ അബദ്ധം അണ്ണാമലൈ BJP-യിൽ നിന്ന് മാറി വിദേശത്ത് പഠനത്തിനായി പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ കാലം മാറിയിരുന്നു. അപ്പോൾ അണ്ണാമലയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നു തമിഴ്നാട്ടിൽ. തമിഴകത്ത് അണ്ണാമലയെ കാണാതായാൽ ഡേ ടു ഡേ പൊളിറ്റിക്സിൽ ആളില്ലെങ്കിൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അവിടെ മാത്രമല്ല എവിടെയായാലും. അല്ല, അതൊക്കെ ശരിയാണ്. പക്ഷെ ഞാനത് ആ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അണ്ണാമലൈ BJP-യിൽ നിന്ന് പോയപ്പോൾ BJP-യുടെ 10% വോട്ടാണ് പോയത്. പോയി. പക്ഷേ അല്ല, ആ വോട്ട് BJP-ക്ക് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് അണ്ണാമലൈക്ക് പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ. പക്ഷേ അണ്ണാമലൈ എത്രയും പെട്ടെന്ന് തിരിച്ച് ഒരു വരും. എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ജനം ഇവരെല്ലാം മടുക്കും. അതായത് ഒരു വശത്ത് ഇനിയിപ്പോൾ വിജയിൻ്റെ സർക്കാർ കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് പോകുമ്പോൾ ഇപ്പുറത്ത് ഇപ്പം പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്ന് പറഞ്ഞതുപോലെ തുടക്കത്തിൽ വലിയ വിജയ് കോടതി സമീപിച്ചിരിക്കുകയാണ്, ഗോവധം അനുവദിക്കണം. അല്ല, തമിഴ്നാട്ടിൽ അതൊക്കെ നിരോധിച്ച ഗോവധം അനുവദിക്കണം. അതായത് നമ്മുടെ ഇവാഞ്ചലിസ്റ്റുകാർക്ക് ഇനി ബീഫ് കൂട്ടി കഴിക്കണം. അല്ല, അവർക്ക് പശു തന്നെ കഴിക്കണം. ബീഫ് പോരാ, പശു തന്നെ കഴിക്കണം. ഗോവധമാണ് നിരോധിക്കേണ്ടത്, ബീഫ് നിരോധിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇത് ഗോവധത്തിനെ വിജയനും നിരോധിച്ചേ പറ്റൂ. അത് ആ നിരോധനം എടുത്ത് കളഞ്ഞേ പറ്റൂ വിജയിക്കും. അല്ല, അത് തമിഴ്നാട് ഒരു കാർഷിക സംസ്ഥാനമാണ്. കൃഷിക്ക് വലിയ പ്രാധാന്യമുള്ള സ്ഥലമാണ്. അതിനുള്ള മറുപടി അവിടുത്തെ ജനങ്ങൾ തന്നെ കൊടുത്തോളൂ. തീർച്ചയായും. പിന്നെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയ് ഇറക്കുന്ന ഈ കാർഡ് അണ്ണാമലൈക്ക് വളരാനുള്ള വളമായി മാറും. എനിക്കതേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇരിക്കട്ടെ. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ DMKയും ADMKയും എല്ലാം നടത്തുന്ന ഈ കുതിരക്കച്ചവടവും ഈ അഴിമതിയും ഇതെല്ലാം പുറത്തു വരും. ഇത് പുറത്തു വരുമ്പോൾ ജനം സഹികെട്ട് ഒരു വശത്ത് വിജയ് കാണിക്കുന്ന ഈ എന്താ പറയുക പൊറാട്ട് നാടകങ്ങൾ ഇതെല്ലാം മനം മടുത്ത് ജനം അണ്ണാമലയെ ആശ്രയിക്കുന്ന ഒരവസ്ഥ തമിഴ്നാട്ടിൽ ഉണ്ടാകും എന്നാണ് എൻ്റെ വിലയിരുത്തൽ.